എത്ര വട്ടം ഞാൻ ഓതി വെച്ച ഒരു ആയത്താൻ ആയത്ത് ഓതുമ്പോഴൊക്കെ മനസ്സിന്റെ ഒരു വൈകാരികമായ ഒരു അനുഭവമുണ്ട്. കാരണം അത് ഓതുന്നതും അത് കേൾക്കുന്നതും എന്ന് മാത്രമല്ല, അത് അവതരണത്തിന്റെ രീതിശാസ്ത്രം പോലും. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖയോട് ചോദിക്കുന്നുണ്ട്. ആയിഷയോട് ചോദിക്കുന്നു, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹൂർത്തങ്ങളിലെ ഒരു അത്ഭുത മുഹൂർത്തം എനിക്കൊന്ന് പറഞ്ഞു തരോ? അപ്പോ ആയിഷത്തു സിദ്ദീഖ വിതുമ്പി കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇബ്നു ഉമർ, ഏത് അത്ഭുത മുഹൂർത്തത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്? അവിടുത്തെ ജീവിതം മുഴുക്കെ അത്ഭുതമായിരിക്കെ, എല്ലാം അത്ഭുതല്ലേ. എന്നിട്ട് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ, ഒരിക്കൽ എന്റെ രാത്രി, എന്റെ ഊഴം, അന്ന് എന്റെ അടുക്കൽ വന്നു കിടന്നിട്ട് എന്റെ പുതപ്പിനുള്ളിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വന്നു കിടന്നിട്ട് എന്നെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഈ രാത്രി ഞാൻ നിന്നോടൊപ്പം കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉഹിബ്ബുക്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എപ്പോഴും എനിക്കൊരല്പനേരം അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാനുള്ള കൊതിയുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, അങ്ങയുടെ ഇംഗിതം നടക്കട്ടെ. ആ റസൂൽ അങ്ങനെ ഇരുന്ന് നമസ്കരിച്ച കഥ പറയുമ്പോ മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അവിടുത്തെ സുജൂദിൽ അവിടുത്തെ കണ്ണുനീര് തളം കെട്ടി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിരുന്നു എന്നാണ്. നിരന്തരം കരയായിരുന്നു. ആ സമയം മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് സുബഹി നമസ്കാരത്തിന്റെ ബാങ്കുലി മുഴക്കാനുള്ള സമയമാകുമ്പോൾ പ്രവാചകൻ ഉറങ്ങിയിരുന്നില്ല എന്നറിയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാൾ, അള്ളാഹുവിന്റെ റസൂൽ, അങ്ങേ രാത്രി മുഴുവനും നിദ്രാവിഹീനനായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതേ ബിലാൽ, പക്ഷേ എനിക്കിന്ന് ആശയമധുരമായ ഒരു ആയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചു തന്നു. ആ ആയത്ത് ഓതിയിട്ടും ആലോചിക്കാത്തവന് വലിയ നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫവൈലുൽ ലിമൻ ഖറഅ വലം യതദബ്ബർ, ഫവൈലുൽ ലിമൻ ഖറഅ വലം യതദബ്ബർ. അവൻ അത് ഓതുന്നു, പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെങ്കിൽ അവന് നഷ്ടം, അവന് വലിയ നഷ്ടമാണ്. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. ആരാണ് ആ ചിന്തിക്കുന്നവർ? അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാം അതിനെ മതം എന്ന് പറഞ്ഞ് ഒന്നിനെ വേറെയാക്കി വേറെന്തോ കുറോ ചിന്തകളെ മറ്റൊന്നാക്കി മാറ്റുകയല്ല ചെയ്തത്. മറിച്ച് അത് രണ്ടിനെയും കൂടി ഘടിപ്പിച്ചു. ആകാശഭൂമികളെ കുറിച്ചുള്ള പഠനങ്ങൾ എന്ന് പറയുന്ന ശാസ്ത്രചിന്തയെ മതത്തിന്റെ ആത്മീയാനുഭവമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ മതാനുഭവത്തിലേക്ക് ഇസ്ലാം ഒരു സമൂഹത്തെ കൊണ്ടുപോയി. അതാണ് ഇതിലെ പ്രത്യേകത. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ആരാണവർ? അല്ലദീന യദ്കുറൂനല്ലാഹ്, നിരന്തരം അല്ലാഹുവിനെ ഓർക്കുന്നവർ, ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടപ്പിലും ഇരിപ്പിലും നിൽപ്പിലുമെല്ലാം അവർ അല്ലാഹുവിനെ കുറിച്ച് വിചാരപ്പെടുന്നു. എന്നിട്ടോ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആഴമുള്ള ആലോചനയിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്നതോ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതേ അല്ല. ഇതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തെ അറിയാനുള്ള ഏത് അന്വേഷണവും അള്ളാഹു ഇഷ്ടപ്പെട്ട അന്വേഷണമാണ്. അതുകൊണ്ട് ആ മുസ്ലിം ലോകത്ത് എത്ര വലിയ ആളുകളാണ്. മുഹമ്മദ് മൂസ അൽ ഖവാരിസിമി, ജാബിർ ബിൻ സിനാൻ അൽ ബത്താനി, സാബിത്ത് ബിൻ ഖുറ, അബ്ദുറഹ്മാൻ അൽ സൂഫി. അബ്ദുറഹ്മാൻ അൽ സൂഫിയുടെ അന്നത്തെ കാലത്ത് അദ്ദേഹം നടത്തിയ, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഞാൻ ഇന്ന് ഇരുന്ന് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, എന്തൊക്കെ പഠിച്ച ആളുകളാണ്. യുറാനോമെട്രി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രശാഖ, അതായത് ഈ നക്ഷത്രങ്ങളുടെ ഓരോ താരാപഥങ്ങളെയും കുറിച്ചുള്ള ആധുനികമായ ഒരു അന്വേഷണത്തെ അന്ന് ആലോചിച്ചവരാണിവർ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ അൽ സൂഫി അത് സംബന്ധിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സുവ്വാറുൽ കവാക്കിബ്. കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കണം, നക്ഷത്രങ്ങളുടെ രൂപം എങ്ങനെയായിരിക്കും?
ഇന്ന് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചത്, ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പഠിച്ചത്, തമോഗർത്തങ്ങളെ കുറിച്ച് ആലോചിച്ചത്, നക്ഷത്രങ്ങളുടെ ചലന നിശ്ചലനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ പരിണിതിയെക്കുറിച്ച്, അതിൻ്റെ അവസാന സമയത്ത് അത് പിന്നീട് കത്തി ജ്വലിച്ച് അവസാനിച്ച് പോകുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് വലിയ വലിയ പ്രബന്ധങ്ങൾ എഴുതിയ ആളാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ്. ആ ഹോക്കിൻസിനൊക്കെ മുമ്പ് ഈ താരാപഥങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് സുവാറുൽ കവാക്കിബ്, യുറാനോമെട്രി, യുറാനസ്, ഈ പറയപ്പെടുന്ന താരാപഥങ്ങളെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളെയും അത് പഠിക്കുകയും അത് സംബന്ധിച്ച് എന്നിട്ട് അവയുടെ സ്ഥാനങ്ങൾ നിർണയിച്ചുകൊണ്ട് അത് സംബന്ധിച്ച് വലിയൊരു ഗ്രന്ഥം രചിക്കുകയും ചെയ്ത ആളാണ് അബ്ദുറഹ്മാൻ അൽ സൂഫി. ഖലീഫ മൻസൂറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചാൽ ബഗ്ദാദ്. നോക്കൂ നിങ്ങൾ, ലോകത്ത് മുസ്ലിങ്ങൾ അന്ന് നടത്തിയ ഈ ഗവേഷണ പഠനങ്ങളുടെ കേന്ദ്രങ്ങളെ കുറിച്ച് പോലും ചരിത്രം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഒന്ന് ബഗ്ദാദ്, മറ്റൊന്ന് സമർക്കന്ത്, മറ്റൊന്ന് നിഷാപൂർ, കെർദോവ, ഡമസ്കസ്. ഇത്രയും സ്ഥലങ്ങളിലൊക്കെ നിരന്തര പഠനങ്ങളാണ്. മാത്തമാറ്റിക്കൽ ലബോറട്ടറികൾ ഉണ്ടാക്കിയ മുസ്ലിങ്ങൾ, ജ്യോതിർഗോളങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടി ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഉണ്ടാക്കിയ ബഗ്ദാദിലെ മുസ്ലിം ഭരണകാലം. ഇന്ന് നാസ എന്ന് പറയുമ്പോൾ അന്ന് ബഗ്ദാദിൽ അതിനുവേണ്ടി മാത്രമായി ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഒരുക്കിയ മുസ്ലിം ഖലീഫമാരുടെ കാലം, അത് മുസ്ലിങ്ങളുടെ കാലമാണ്. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം ഇത് പ്രോത്സാഹിപ്പിച്ചത് ഈ മതത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഉലമായിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ ഓതി വെച്ച ആയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അവിടെ തന്നെ നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നത് എന്താ? അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ചത് നീ കണ്ടില്ലേ? ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ, വ്യത്യസ്തമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിധം അല്ലാഹു ആകാശത്തു നിന്ന് മഴ തന്നിട്ട് ഈ ഭൂമിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സസ്യലതാദികളെ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തത് നീ കണ്ടില്ലേ? വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ. ഒന്ന് യാത്ര ചെയ്യണം, അപ്പോഴാ ഇതൊക്കെ കാണാൻ പറ്റുക. ഓരോ പർവ്വത നിരകളിലേക്കും നോക്കണം, വ്യത്യസ്ത കളറുകൾ, ചുവന്നത്, വെളുത്തത്, വെളുത്ത പർവ്വതങ്ങൾ, കറുത്ത കരിമ്പാറക്കെട്ടുകളുള്ള പർവ്വതങ്ങൾ, കറുകറുത്ത കരിമ്പാറക്കെട്ടുകളുള്ള പർവ്വതങ്ങൾ, ചുവന്ന പർവ്വതങ്ങൾ, വെളുത്ത പർവ്വതങ്ങൾ, അങ്ങനെ അങ്ങനെ പർവ്വത നിരകളുടെ വ്യത്യസ്തതകൾ, ഈ ഭൂതല വൈവിധ്യങ്ങൾ എല്ലാം അല്ലാഹു പറയാൻ, എല്ലാം പറഞ്ഞിട്ട് പടച്ചോൻ പറയാൻ മനുഷ്യന്റെ വൈവിധ്യങ്ങൾ. ഇപ്രകാരം രുചിവൈവിധ്യങ്ങളുള്ള മനുഷ്യർ, രുചിവൈവിധ്യങ്ങൾ, നിറവൈവിധ്യങ്ങളുള്ള വ്യത്യസ്തതകളുള്ള ജീവജാലങ്ങൾ, മൃഗങ്ങൾ എല്ലാം അങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് ഇതാണ്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. എന്നാൽ അല്ലാഹനെ പേടിക്കുന്നത് ആരാ? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല വിവരമുള്ള ആളുകളാണ്. പടച്ചവനെ പേടിക്കുന്നത് ആരാ? ഇന്നമാ യഖ്ശല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കുന്നത് മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അൽ ഉലമാ, ഉലമാക്കളാണ്. ഇൽമിന് വേണമെങ്കിൽ നിങ്ങൾ നോക്കാം, ഇൽമിന് അറബിയിലെ ആ പദത്തിന് നമ്മളൊരു ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ, അറബി പദത്തിൽ നിന്ന് അതിനെ ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിതാണ് സയൻസ്. സയൻസ്, സയൻസ്. ഇവിടെ അതുപോലെയാണ് അല്ലാഹു പറഞ്ഞു വച്ചത്. നിങ്ങൾ ആകാശത്തെയും ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും നിങ്ങളുടെ ജീവിതത്തെയും കുറിച്ചുള്ള പഠനങ്ങളെല്ലാം നടത്തൂ. എല്ലാം നടത്തുമ്പോൾ നിങ്ങൾക്ക് അവസാനം പറയേണ്ടി വരുന്നത് അല്ലാഹ് എന്നാണ്. ഫദക്കിർ. എന്നിട്ട് നബിയെ അവരോട് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കൂ. ദക്കിർ, നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ദിക്ർ അവസാനം ചെല്ലേണ്ട ഒന്നല്ല. നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തൂ, നിങ്ങൾ പടച്ചവനെ ഓർമ്മപ്പെടുത്തൂ. നിങ്ങൾ സയൻസ് പഠിക്കുമ്പോൾ, ഓരോ ശാസ്ത്രശാഖയും പഠിക്കുമ്പോൾ അതുണ്ട്. ഞാൻ ഈ ഗോളശാസ്ത്രത്തെ മാത്രം പറയാൻ കാരണം ഈ ചാന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഓർമ്മകളിലേക്ക് വന്നപ്പോൾ ഞാൻ അത് വിശദീകരിച്ചെന്നുള്ളൂ. ഓരോന്നും പറയാൻ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ പ്രഗത്ഭനായ ചരിത്രകാരൻ റോബർട്ട് ബ്രിഫോൾട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മാനവ സമൂഹത്തിൽ യൂറോപ്പിൽ വെളിച്ചം കൊടുക്കാൻ നേരത്ത് ആ വെളിച്ചം ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ദ സയൻസ് അറോസ് ഇൻ യൂറോപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ന്യൂ സ്പിരിറ്റ് ഓഫ് എൻക്വയറി, of new methods of investigation,
of the method of experiment, observation, measurement of the development of mathematics in a form unknown to the Greeks, and that spirit and those methods were introduced into the European world by the Arabs. യൂറോപ്പിലെ സയൻസ് വളർന്നത് പുതിയ അന്വേഷണത്വരയുടെ, പുതിയ ഗണിതശാസ്ത്ര സമീപനങ്ങളുടെ, പുതിയ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആ സ്പിരിറ്റ് സത്യത്തിൽ ഗ്രീക്കിൽ നിന്നല്ല യൂറോപ്പ് പഠിച്ചത്. ദാറ്റ് സ്പിരിറ്റ് ആൻഡ് ദോസ് മെത്തേഡ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ യൂറോപ്യൻ വേൾഡ് ബൈ ദ അറബ്സ്. അറബികളിൽ നിന്ന്. ആരും തോറ്റില്ല. ജയിച്ചത് യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജയിച്ചത് കാലങ്ങളായി തുടർന്ന ഗവേഷണങ്ങളുടെ മതത്തെയും കൂടി തിരിച്ചറിഞ്ഞ ഒരു വലിയ നിരയുടെ അവസാനത്തെ കണ്ണിയിലെ നമ്മൾ ഈ ചന്ദ്രയാൻ ദൗത്യത്തെയും കാണുന്നുള്ളൂ. ഇന്നലെ പുറപ്പെട്ടതല്ല. ശരിക്കും ശാസ്ത്രം മാനവികമാകണം, ശാസ്ത്രത്തിന് മനുഷ്യത്വത്തിന്റെ മുഖമുണ്ടാവണം. ഇന്ത്യയിൽ ISRO പോലെയുള്ള ഈ കേന്ദ്രങ്ങളൊക്കെ അതിനെയൊക്കെ പണിതുണ്ടാക്കാനും അതിനെ വിഭാവന ചെയ്യാനും വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുകയും അതിലൊക്കെ വളരെ ദൈക്ഷണികം മാത്രമല്ല ഭാവനാത്മകമായിട്ടുള്ള ഒരു ചാതുര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത ഭരണാധികാരി കൂടിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ആധുനിക ശാസ്ത്രകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തെ ശാസ്ത്രത്തിന്റെ വളർച്ച തന്നെയാണല്ലോ നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇപ്പൊ ഈ സ്പീക്കർ ആ ശാസ്ത്രമാണ്, നമ്മൾ ഈ കാണുന്ന ലൈറ്റ് ആ ശാസ്ത്രമാണ്. ആധുനിക ശാസ്ത്രം ഇല്ലാതെ നമുക്കൊന്ന് ഇങ്ങനെ നിൽക്കാൻ പോലും കഴിയില്ല. എല്ലാം ശാസ്ത്രമാണ്, എല്ലാം ശാസ്ത്രത്തിന്റെ ഉപകാരങ്ങളാണ് മനുഷ്യൻ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള എല്ലാം. പക്ഷെ ആ എത്തിപ്പെടലുകളുടെ ചരിത്രത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിത്തീർന്ന മുസ്ലിങ്ങളുടെ ഒരു സംഭാവനയെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചത്. അതെല്ലാം പറഞ്ഞു വച്ചിട്ട് നെഹ്റു പറയുന്നുണ്ട്, എല്ലാം നേടി എന്ന് പറയുമ്പോഴും ഒറ്റ കാര്യം എനിക്കിന്നും പേടി തോന്നുകയാണ്, വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ഓൾ ദിസ്. മനുഷ്യൻ എന്നിട്ട് പരസ്പരം തമ്മിലടിച്ച് തീർന്നു പോകാനും ഇതേ ശാസ്ത്രം, ഇതേ ബോംബിംഗ്, ഇതേ ആണവ ബോംബുകൾ, ഹൈഡ്രജൻ ബോംബുകൾ നിരന്തരം വർഷിപ്പിച്ച് മനുഷ്യനു നേരെ, കുലങ്ങൾക്കു നേരെ, തലമുറകൾക്കു നേരെ മനുഷ്യൻ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ, യുദ്ധങ്ങളുടെ, നെറികേടിന്റെ, വെറുപ്പിന്റെ, അധികാരമോഹത്തിന്റെ, സ്വാർത്ഥതയുടെ എല്ലാം വഴിയെയും അദ്ദേഹം പറഞ്ഞു വച്ചിട്ട് പറയാൻ വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓഫ് ഓൾ ദിസ്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ നേടാ? മനുഷ്യന്റെ സംസ്കാരങ്ങൾ നിരന്തരം അവൻ നടത്തിയിട്ടുള്ള അവന്റെ ചിന്തയുടെയും അന്വേഷണത്തിന്റെയും ധൈഷണികതയുടെ ദാർശനികമായ ചരിത്രത്തിന്റെ എല്ലാത്തിന്റെയും കൂടിയുള്ള നഷ്ടം, ദ എൻഡ് ഓഫ് ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് ദ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, മാനവിക സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും അവസാനം കുറിക്കുകയല്ലേ ശാസ്ത്രം ചെയ്യുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആധുനികവും മാനവികവുമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഒരു ഭാഗം നിൽക്കുമ്പോൾ ആധുനികമല്ലാത്ത, തീർത്തും മനുഷ്യനെ വീണ്ടും വീണ്ടും പ്രാകൃതമാക്കി കൊണ്ടുപോകുന്ന, എല്ലാ നാഗരികതകളെയും തകർക്കുന്ന, അങ്ങനെ അവസാനിപ്പിച്ചു കളയുന്ന, അങ്ങനെ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയിലെത്തിയിട്ടുള്ള പുതിയ കാലത്തിന്റെ ദുരന്തത്തെ എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, വിച്ച് വിൽ വിൻ. ഇനി നാളെ ആര് ജയിക്കും? ആരാ ജയിക്കേണ്ടത്? ആ ജയിക്കൊണ്ടിടത്താണ് എൻ്റെ മോമിനിങ്ങളെ ഞാൻ പറയുന്നു, അള്ളാഹുവിനെ ഓർക്കുന്ന ശാസ്ത്രം ജയിക്കണം, പടച്ചവനെ പേടിക്കുന്ന ശാസ്ത്രം ജയിക്കണം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ പേടിക്കുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പടച്ചവനുണ്ടെന്ന ബോധ്യമുള്ള ശാസ്ത്രം. അതില്ലാതെ പോയതിനൊരു ചരിത്രമുണ്ട്, ഞാനത് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കല്ല. പക്ഷേ ഒരു കാലത്ത് 19-ാം നൂറ്റാണ്ടിലൊക്കെയാണ് യൂറോപ്പിലേക്ക് ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെ ഒരു വെളിച്ചം പകരുന്നത്. അത് പകർന്നപ്പോ ബിബ്ലിക്കൽ സിദ്ധാന്തങ്ങൾക്ക് എതിരായി പോകുമോ എന്ന് ഭയന്ന അന്നത്തെ മതപൗരോഹിത്യം അന്നത്തെ ശാസ്ത്രത്തെ, ശാസ്ത്രകാരന്മാരെ മർദ്ദിക്കുകയും അവരെ പലരെയും കൊല ചെയ്യുകയും ചെയ്തപ്പോൾ മതം വേണ്ട എന്ന് പറഞ്ഞൊരു ശാസ്ത്രമുണ്ട്. എന്നാൽ മതം വേണമെന്നും പറഞ്ഞ് പഠിച്ചു തുടങ്ങിയ ഒരു ശാസ്ത്രമാണ് അറബ് ലോകത്തെ ശാസ്ത്രം. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്ത്രീ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾ എവിടെയാണ് ശാസ്ത്രകാരന്മാരുള്ളത്? ആയിരങ്ങളെ, നമുക്കിങ്ങനെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന ആയിരക്കണക്കിന് ശാസ്ത്രശാഖകളെ പോലും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രത്തിന് നൽകിയത് മുസ്ലിങ്ങളാണ്. അതായത് ഹിസ്റ്ററി, അതായത് ചരിത്രത്തെ ഏറ്റവും കൃത്യമായ അർത്ഥത്തിൽ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. ആ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ വലിയ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ഇബ്നു ഖൽദൂൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ, അദ്ദേഹത്തിന്റെ മുഖദ്ദിമ മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ കണ്ടതാണ് ഉസ്താദെ എന്ന് ചോദിക്കേണ്ട, വളരെ നേരത്തെ ഉള്ളതാണ്, ഓരോ അവസരങ്ങൾക്കനുസരിച്ചാണല്ലോ.
അഫ്ളലുൽ ഇൽം ഇൽമുൽ ഹാൽ എന്നാണ്. സന്ദർഭത്തിനനുസരിച്ചാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടതെന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ആലോചിച്ച് നോക്കണം, ലോകത്തെ ഈ കാണുന്ന ഈ ധൈഷണിക വികാസങ്ങൾക്ക് മതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ശാസ്ത്രവും മതവും തോക്കല്ല, ഒരുമിച്ച് ജയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർ, സയൻസ് പഠിക്കുന്നവർ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ, അവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണം, ഇതെല്ലാം അള്ളാഹുവിലേക്ക് ചേർക്കുന്ന ഒരു ബോധ്യമാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെയാണ് പടച്ചറബ് പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യരല്ല, അള്ളാഹുവിനെ ശരിക്കറിയണമെങ്കിൽ നന്നായി ബുദ്ധി ഉപയോഗിച്ച് പഠിച്ച മനുഷ്യരാണ് പടച്ചവനെ പേടിക്കുന്നുള്ളൂ. ഖാശി വലിയ വിഷയമാണ്. അള്ളാഹുവിനെ പേടിച്ചവന്റെ പ്രത്യേകത എന്താ? അവനാ സ്വർഗം. ദാലിക ലിമൻ ഖശിയ റബ്ബ. ആ സ്വർഗവും അള്ളാഹുവിന്റെ തൃപ്തിയും ലഭ്യമാകുന്ന ഒരു സ്ഥലം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്യുന്നത് ഈ പേടിച്ചവനാണ്. ആ പേടിച്ചവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്രത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കണം. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ അള്ളാഹുവിലേക്ക് ചേർക്കണം. നിങ്ങൾ സയൻസ് ഓരോന്നും പഠിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേർന്നു നിൽക്കണം. ചേർന്നു നിൽക്കണമെന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ പറഞ്ഞു അള്ളാഹു, അവിടെയെല്ലാം അള്ളാഹു ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ പടച്ചവനെ മനസ്സിലാക്കാൻ, ശാസ്ത്രം പഠിക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഒരുപാട് പറയാനുള്ളൊരു വിഷയമാണ്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ആ വാക്കുകളെ, ഞാൻ എൻ്റെ വിഷയത്തെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്